ഹേ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഈദായി. മാഷാല്ലാ, വേഗം ഡേയ്സ് പോകുന്ന പോലെ തോന്നട്ടോ. കാരണം ചെറിയ പെരുന്നാൾ ഇപ്പം കഴിഞ്ഞ പോലത്തെ ഫീല്. ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ചു, ജസ്റ്റ് ഒരു ഡ്രസ്സ് ഇട്ടു. ഞാൻ ഓൾറെഡി പറിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇടാണ്ട് വെച്ചൊരു ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുളിച്ചിട്ട് ആ ഒരു ടോപ്പ് ഇട്ടു. ഇനിയിപ്പോൾ അതിനു എണീച്ചിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിസ്കരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം, കാരണം മുടി നനഞ്ഞിട്ടുള്ളത്, അതൊന്നും ഉണങ്ങാണ്ട് പിന്നെ ഡ്രസ്സ് ഇട്ടാൻ കഴിയില്ലല്ലോ. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്താണെന്ന് വെച്ചാൽ ഞാനും അതിനും ഇപ്പം ഇടാൻ പോകുന്നത് സെയിം ഡ്രസ്സാണ്. സെയിം ഡ്രസ്സെന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് അടിച്ചതാണ്. അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ അവൾക്കൊരു കുട്ടി ഉടുപ്പ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയ സമയത്ത്, ഇന്നലെയാണ് എനിക്ക് ഡ്രസ്സ് അടിച്ച് കിട്ടിയത്. അപ്പോൾ ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ അതിന് ഇതുവരെ എണീച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ അവൾ എണീക്കുന്ന മുന്നേ ഒന്ന് ജസ്റ്റ് മേക്കപ്പ് ഇടാണ്. ഔട്ട്ഫിറ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ, കാരണം അവളെ കുളിപ്പിക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ ടാസ്ക്. കുളിപ്പിക്കണം, അവൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പം അത് കഴിയാണ്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്രസ്സിലെല്ലാം ആവും. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഇട്ട് നിൽക്കാം കേട്ടോ. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ടൈമില്ല. ഒക്കെ വന്ന് ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ പോകാൻ സമയമാവും. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുമല്ലോ, അതിട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പം നമുക്ക് മേക്കപ്പ് ഇടാം കേസ്. പിന്നെ എൻ്റെ അതിൻ്റെ ഡ്രസ്സ് ഞാൻ ബെഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സ് രണ്ടാളെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് പണിയുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെ മുതൽ ഞാൻ പുറത്ത് പോയതുകൊണ്ട് തന്നെ നല്ല ടയേർഡും ആയിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, നമുക്കില്ലേ നമുക്ക് സക്കാത്ത് തരുന്നത് ചെറിയ പെരുന്നാളാണല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ ഉപ്പുമ്മ ഈ ഒരു പെരുന്നാളിനും വലിയ പെരുന്നാളിനും സക്കാത്ത് തരും കേട്ടോ. ഞാൻ കുളിച്ച് താല്പോയ സമയത്തൊക്കെ സക്കാത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനെന്താ പരിപാടി? ഇനൊന്നുമില്ല. ഇനി ഐ വിൽ ഷോ യു ദി ഡ്രസ്. ഐ എം സോ എക്സൈറ്റഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഷോ യു മൈ ടോപ്പ്. ഞാൻ ആക്ച്വലി കലിയും എൻ്റെ അനിയത്തി ഇതേ ടൈപ്പ് തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. അവൾ അടിച്ചതല്ല കേട്ടോ, അവളത് റെഡിമെയ്ഡാണ്. ഞാൻ അടിച്ചതാണ്, ബീഡ്സൊക്കെ വെച്ചിട്ട്. കണ്ടോ, ഇതാണ് നെക്ക് വരുന്നത്, ഇങ്ങനെ ബീഡ്സൊക്കെ ആയിട്ട്, പിന്നെ ഒരു ചെറിയൊരു മിറർ വർക്കൊക്കെ ആയിട്ട്, പിന്നെ കയ്യിൽ കണ്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ലേസ് വാങ്ങിക്കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. നോക്ക് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ടോപ്പ്. ഇതാണ് ഈ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് കണ്ടോ. ആൻഡ് അതിനൊരു കൾച്ചറിലോ, അതിനൂൻ്റെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടോ. ഞാൻ എൻ്റെ നെക്കിൻ്റെ ബീച്ച് തന്നെ അവൾക്ക് വെപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ഗൈസ്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അതിനൂൻ്റെ ഡ്രസ്സാണേ. ഇന്നലെ ഞാൻ രാത്രി ഇട്ടെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് നാളെ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഇത് ഇടിയിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കണം, കാരണം എത്രത്തോളം അവൾ ഇതിടുന്നു അറിയില്ല, കാരണം കുട്ടികളല്ലേ, ചൂടെടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കൈ ആക്കിയത്, ചെറിയൊരു കൈ. കണ്ടോ, ഇതാണ് അവളെ ഡ്രസ്സോ. ഇനി ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡ് കഴിച്ചില്ല, ഒക്കെ വന്നു കഴിഞ്ഞാലേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഈ ഒരു ഔട്ട്ഫിറ്റിൽ തന്നെ ഫുഡ് കഴിക്കൂ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ വരുന്നതിന് മുന്നേ മാറ്റും.
തീരുമാനിച്ചിട്ടില്ല. കാരണം അതിന് എണീക്കുന്ന പോലെ ആയിരിക്കും. ഒക്കെ വരുന്ന മുന്നേ അതിന് എണീച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുളിപ്പിച്ച് ഞാനും മാറ്റി. കാരണം അതിനെനിക്ക് പ്രത്യേകിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മതി, മേക്കപ്പെല്ലാം ഇട്ടല്ലോ. പിന്നെ എൻ്റെ ഈ ഇയറിങ് കഴിച്ച് നോക്കണം. ഞാൻ ഇടുന്നത് വേറെ ഇയറിങ്ങാണ്. യാ സോ ഇനെന്താ, ഇനൊന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. ഇന്ന് ആക്ച്വലി പുട്ടും ആണപ്പത്തിലും ഒക്കെയാണ്. ഞാൻ ഇന്നലെ ഈദ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആണപ്പത്തിൽ ഊട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പം ആണപ്പത്തിൽ ബീഫ് കറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കുന്ന മുന്നേ മാറ്റിയിരുന്നു. കാരണം അതിനും ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് താഴെ പോയ സമയത്ത് തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അവൾക്കും മാറ്റി കൊടുത്തു, ഞാനും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇയറിങ്ങെല്ലിട്ടും. ഇത് ആക്ച്വലി ഭയങ്കര പെയിനാണ്. അതിന് വലിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെറുങ്ങനെ പകുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചെവി. അപ്പം ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു സ്പ്രേ ഫോറെവറിൻ്റെ, അത് അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ സ്മെല്ല്. ഓക്കെ, അപ്പം ഒക്കെ പള്ളിയിലെല്ലാം പോയി വന്നിട്ട് നമ്മൾ അതിനൂനെ മാറ്റി കൊടുത്തിട്ട് ഒരു വീഡിയോ എടുക്കാന്നുള്ളതിൽ ഇങ്ങനെ മിറർ വീഡിയോ, മിറർ സെൽഫി നമുക്ക് മസ്റ്റാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മിററിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ. അങ്ങനെ ഞാൻ താഴെ പോയിട്ടുണ്ടായിരുന്നു. താഴെ നമ്മുടെ വാഷ് ബേസിൻ്റെ ആടുള്ള മിററിൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കലിമാൻ്റെ എൻ്റെ ഏകദേശം സെയിം ക്ലോത്ത് അല്ല, എന്നാലും ചെറിയൊരു രീതിയിൽ സെയിം ആണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് പുട്ടും അതുപോലെ തന്നെ ആണപ്പത്തിൽ അക്രോട്ടി അങ്ങനെയൊക്കെ എന്തെല്ലോ പറയും അതിനെ. ആണപ്പത്തിലിനെ നമ്മൾ പറയൽ. പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം രാവിലത്തെ ഒരു നാസ്ത എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ അരിപ്പത്തിലൊക്കെയാണ് മുന്നേ ആക്കാറ്. പക്ഷെ എൻ്റെ ഉക്കാക്ക് ഇഷ്ടം പുട്ടാണ്. ഉക്കാക്ക് പുട്ടും ഈ അണപ്പത്തിലൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് പുട്ടും ബീഫും ആക്കിയത്. പുട്ടും ബീഫും ആക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പാൻ്റെ മേസ്തിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ എപ്പോഴും എല്ലാ പെരുന്നാൾക്കും നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ ആളുണ്ടാകലുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ മെയിൻ പരിപാടി എന്നാൽ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. അപ്പം ഞാൻ ആദ്യം കലിമാക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവളെ ഔട്ട്ഫിറ്റ്, ഇത് എൻ്റെ ഔട്ട്ഫിറ്റും. ഒക്കെ ടീഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഗിഫ്റ്റ് ചെയ്ത ടീഷർട്ട്. എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കലിമാൻ്റെ മോഡൽ തന്നെ നോക്കിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ലേസൊക്കെ വാങ്ങി ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഞാനൊരു ഷറാറ ടൈപ്പാണ് പാൻറ്റും ടോപ്പൊക്കെ ഹാഫ് ടോപ്പൊക്കെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനും ഈ യെല്ലോ മിറർ വർക്ക് വരുന്ന ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത്. കണ്ടോ, ടോപ്പിൽ ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് കയ്യിലും ഞാൻ ആ ഒരു ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ബീഡ്സ് എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അയിനു ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആള് ഭയങ്കര കുർത്തക്കെടാണേ. അയിനെ കാണിച്ചല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇരിക്കുകയില്ല, ഭയങ്കര കരച്ചിലായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ മാഷാല്ലാ അവൾ വീഡിയോസ് ഫോട്ടോസ് എടുത്ത് കഴിയുന്ന വരെ നല്ല വൃത്തിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. മാഷാല്ലാ ഞാൻ വിചാരിച്ചു അവൾ കരയുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏച്ചൂരേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അധികം എല്ലാ പെരുന്നാൾക്കും അങ്ങനെ തന്നെ മോർണിംഗ് എൻ്റെ വീട്ടിലും പിന്നെ ഉച്ചക്ക് ഉക്കാൻ്റെ വീട്ടിലും അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ പോവാറുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പോയ സമയത്ത് മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഉക്കാക്ക് ഉമ്മക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള രീതിയിൽ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. നമ്മൾ എത്തിയപാട് തന്നെ ഫുഡ് കഴിക്കാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോയപ്പോൾ. അങ്ങനെ അവിടുന്ന് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉമ്മ നമ്മുടെ അയൽവാസികൾക്കൊക്കെ കൊടുക്കും കേട്ടോ എല്ലാ പെരുന്നാൾക്കും. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കടികൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും പിന്നെ എൻ്റെ ഉമ്മാമയും എല്ലാം വന്നത്. അപ്പം അന്നേരം ഉള്ള ചായ കുടിക്കുന്ന സമയമാണ് കേട്ടോ. അന്നേരം ചായ കുടിക്കുന്ന വീഡിയോ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഭയങ്കര ടയേർഡായി കിടന്നുറങ്ങി എണീച്ചപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം 6 മണിയായി. പിന്നെ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന്
ഐ മീൻ ഈ ഒരു വൈകുന്നേരത്തെ ചായ കുടിയാണ് നിങ്ങൾ കാണുന്നത്. ഉമ്മയും മമ്മയും, മമ്മ എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററാണ്, പിന്നെ ഉമ്മാമയും പിന്നെ എൻ്റെ ഉപ്പയും അനിയനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ദിവസം ഈദിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം പോകാന്നുള്ള രീതിയിൽ, കാരണം ഞാൻ ഈച്ചൂരാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസത്തെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉക്കാൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ പോയ സമയത്ത് അതിനൂൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ. അതിനൂൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഉക്കാൻ്റെ ഉമ്മ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ അവിടെ പോയ സമയത്ത് കാറിലൊക്കെ ഇരുന്ന് അവൾ കുറേ കളിച്ചു. പിന്നെ നമ്മൾ അന്നത്തെ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ പോയതാണ് റാന്തലിൽ. ഞാൻ ചില്ലി ചിക്കനും പൊറോട്ടയും, പിന്നെ ഉമ്മ നെയ്ച്ചോറും. ഉമ്മ ഓരൊക്കെ നെയ്ച്ചോറും പിന്നെ എന്താ ചിക്കൻ കറിയാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലോ ചട്ടിയിൽ, അതുപോലെ തന്നെ നല്ല ചൂടോടെയാണ് അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും ഞാനും രുക്കിയും കഴിച്ചിട്ടുണ്ട്, കാരണം അവിടെ മീൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം അൽഫാം അങ്ങനത്തൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.